ഇതിൽ പങ്കെടുപ്പിക്കുക, ചർച്ചയിൽ ഡേറ്റ് ആക്കാം. മധ്യസ്ഥന്മാരുമായി ചെയ്തിട്ടില്ല. പാണക്കാട് മുനവർ തങ്ങളും ബന്ധപ്പെട്ടിട്ടില്ല, പി.കെ. കുഞ്ഞോൾ സാഹിബിനും ബന്ധപ്പെട്ടില്ല എന്ന് അറിയാൻ സാധിച്ചു. ഇനി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് സംശയിക്കാനാണ് അദ്ദേഹത്തെ കിട്ടണമെന്നുള്ളത്. എന്റെ എന്നെ 4 ദിവസമായി കാത്തിരിക്കുന്ന അദ്ദേഹം ഇപ്പൊ ഇത്രയും മണിക്കൂറുകളായിട്ട് നമുക്ക് അവിടെ അപ്രത്യക്ഷനായതെന്താ? എവിടേക്ക് അദ്ദേഹം ഒളിച്ചോടി പോയത്? അദ്ദേഹത്തെ കിട്ടിയാൽ നമുക്ക് ഇനിയും ഡേറ്റ് തീരുമാനിക്കാം, മധ്യസ്ഥന്മാരുമായി ബന്ധപ്പെടാം, അബുദാബിയിൽ പോകാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആൾ വരാൻ തയ്യാറാവും. ആളിപ്പോ ഈ 4 ദിവസം കൂടെ പോയി നോക്കിയിട്ടുണ്ടാവും, അവിടെ 1000കണക്കിന് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടാവും. ഇനി ഒഴിഞ്ഞു മാറാൻ ആളെ ശ്രമം നടത്തുക. ആൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല, മധ്യസ്ഥന്മാരോട് ബന്ധപ്പെടും തോന്നുന്നില്ല. പക്ഷെ എപ്പോ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ റെഡി, ഇൻഷാ അല്ലാഹ്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരിവിടെ പറഞ്ഞ വിവരങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രവർത്തകനാണ്. പ്രത്യേകിച്ച് ഗൾഫിലെ അബുദാബിയിൽ നിന്നുള്ളതായതുകൊണ്ട് ഞാൻ മൈക്കെടുത്തു പോയതാണ്. എല്ലാവരും ക്ഷമിക്കുക. സഹോദരങ്ങൾ അൽഹംദുലില്ലാ എല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് മാത്രമല്ല, മറുവിഭാഗത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് കേട്ടുകൊണ്ട് നിൽക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടിയും ഉറപ്പോടുകൂടിയും സഹോദരങ്ങളായ നിങ്ങളും കൂടി കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ വിനീതൻ നല്ലൊരു മസ്ലഹത്തിന്റെ ഒരു അഭിപ്രായം പറയുകയാണ്. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ടവരെ ഇങ്ങനെ വെല്ലുവിളിച്ചു, ഇവിടെ വന്ന് കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഞാനിവിടെ അബുദാബിയിലെ ഈ ഹസ്രജിയുടെ വീടിന്റെ ദൂരമല്ലാത്തൊരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ നിലയ്ക്ക് ഞാൻ പറയുകയാണ്, എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു മധ്യസ്ഥ വർത്തമാനം എന്നുള്ള നിലയിൽ കൂടി ഞാൻ ഒരു കാര്യം പറയട്ടെ. വിഷയം അബുദാബി കിടക്കുകയാണല്ല. ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാരൊക്കെ നാട്ടിലും ഇവിടെയുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ അസ്ല് ഇവിടെ കിടക്കുന്ന ഒന്നിന്റെ ഒരു ഫറഅ് മാത്രമാണല്ലോ നാട്ടിലെത്തിയത്. ഇപ്പോഴും അസ്ല് ഇവിടെയാണല്ലോ ഉള്ളത്. അപ്പൊ വിഷയം പരിഹരിക്കാൻ നല്ലത് ഇവിടെയാണല്ലോ. അതിനിപ്പോ നാട്ടിൽ നിന്ന് നമ്മുടെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ വെല്ലുവിളിച്ചവര് എത്തണോ? ഇവിടെ പണ്ഡിതന്മാരില്ലായിട്ടാണോ? അബുദാബിയില്, ഇമാറാത്തില്, അല്ലെങ്കിൽ അറബ് മേഖലയില്, അല്ലെങ്കിൽ അറബികളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരില്ലായിട്ടാണോ ഇനിയിപ്പോ നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാർ ഇവിടെ വന്നിട്ട് അത് തെളിവെടുത്തുകൊണ്ട് പോകേണ്ട കാര്യം? ഇവിടെ തന്നെ പണ്ഡിതന്മാർ ഇഷ്ടംപോലെ യഥേഷ്ടം. അതും നിങ്ങളുടെ നേതാവിന്റെ വളരെ പിന്നെ അടുത്ത ആളുകളെന്ന് അറിയപ്പെടുന്ന നല്ല നല്ല പണ്ഡിതന്മാർ, നിഷ്കളങ്കരായ ഉത്തമന്മാരായ ഉന്നതന്മാരായ പണ്ഡിതന്മാരുണ്ടല്ലോ. നമുക്ക് അവിടെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി അവരുടെ മുന്നിൽ മുടിയെ കൊണ്ട് ഹാജരാക്കി, ഇനി മുടി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ സനദിനെങ്കിലും കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ വെച്ച് നമുക്കിവിടെ ഏതെങ്കിലും ഒരു മന്ത്രാലയ കാര്യാലയത്തിലോ അല്ലെങ്കിൽ ഔക്കാഫിലോ അല്ലെങ്കിൽ നമ്മുടെ വസാറത്തിൽ അതിന്റെ മഹ്കമയിലോ അവരും കുറെ പണ്ഡിതന്മാരുണ്ട്, കാളിമാരെല്ലാം പണ്ഡിതന്മാരായിരിക്കുമല്ലോ. അവരൊക്കെ മുന്നിൽ ആ വിഷയത്തെ കൊണ്ടുവച്ച് അവരും കൂടി അവർക്കാവുമ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളെക്കാളേറെ മനസ്സിലാവില്ല. അറബികളാണല്ലോ സാധാരണ, എത്ര എളുപ്പത്തിൽ ഈ കാര്യം കൈകാര്യം ചെയ്യാം. ഇവിടെ വന്നിരുന്നിട്ട് നാട്ടിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദിനെ വെല്ലുവിളിക്കാനും വരിയെന്ന് പറയാനും ഒറ്റ രാത്രി കൊണ്ട് ഇതൊക്കെ സാധ്യമാവുമോ? നിങ്ങളുടെ പണ്ഡിതൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് എടുത്ത് വന്നതൊന്നും നഷ്ടമാവില്ല. നാളെ തന്നെ, നാളെ ഓഫീസ് ഡേ ആണല്ല, വ്യാഴാഴ്ച ദിവസം ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പം നമ്മുടെ നേതാക്കന്മാർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരും അല്ലാത്തവരും പ്രവർത്തകരും ഒക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളിൽ ആരെങ്കിലും 2-3 പേരെങ്കിലും വിളിച്ചു കൂട്ടിയിരുത്തിയിട്ട് അവിടെ വെച്ചൊരു തെളിവെടുപ്പ് നടത്തി ഈ ലോറിടുന്ന നിങ്ങളുടെ നേതാവ് കൂടെ കൊണ്ട് നടക്കുന്ന എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഞങ്ങൾ അവരൊക്കെ അവർക്ക് നിഷ്കളങ്കരാണ്. അവർക്ക് നിഷ്കളങ്കരായ കുറെ പണ്ഡിതന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഷേഖ് അലി ജിഫ്രി പോലെയുള്ള പണ്ഡിതന്മാർ, അതുപോലെ തന്നെ അലി ഹാഷിമി പോലെയുള്ള പണ്ഡിതന്മാർ, ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ.
അവരൊക്കെ കൂട്ടി ഇവിടുത്തെ മറ്റു പണ്ഡിതന്മാരെയും കുറെ ഔക്കാഫിൽ തന്നെ ഇഷ്ടം പോലെ പണ്ഡിതന്മാരുണ്ട്, അവരെല്ലാം വിളിച്ചു കൂട്ടി എന്തൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് സനദിനെ പരിശോധിക്കേണ്ടത്, എങ്ങനെയാണ് ആ സത്യാവസ്ഥ, അതൊക്കെ കുറെ വിവരമുള്ളവരും കൂടിയാണ്. അവരൊക്കെ ഇരുത്തിയിട്ട് അങ്ങനെ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ മൈക്കെടുത്തും ടെസ്റ്റ് അടിച്ചും ഒക്കെ വീരവാദം മുഴക്കുന്നത് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ തയ്യാറാവുമോ? എല്ലാവർക്കും ഉത്തമം ഈ ലോകത്ത് മൊത്തമായിട്ട് പൊട്ടിപ്പുറപ്പെട്ട ഒരു വലിയൊരു ഫിത്നയ്ക്ക് ഒരു നല്ല രൂപത്തിൽ കൂടി നമുക്ക് അതിനെ പ്രശ്നപരിഹാരത്തിനുള്ളൊരു മാർഗമാണ് ഞാനീ പറഞ്ഞത്. അല്ല ഇനിയിപ്പോ അങ്ങനെയല്ല, നമുക്ക് ഇവിടെ കോർട്ടിലോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട പിന്നെ ഹസ്രത്ത് കുടുംബത്തിലെ തന്നെ സഹോദരൻ വിവരങ്ങളൊക്കെ അറിയിക്കേണ്ടത് ആധികാരികമായി അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലോ. ഇനി നമുക്കൊന്നും ചിന്തിക്കാനില്ല. ഇപ്പൊ പള്ളി പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മുടി കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു മുടി കൊണ്ടുപോയതിന്റെ പേരിലാണ് ഇത്രയും വലിയ പള്ളി ഉണ്ടാക്കുന്നത്. ഇത്രയും വലിയ കെട്ട് മുടികളൊക്കെ ഇവിടെ ഉണ്ട്, ഇനി ഇല്ല എന്ന് പറയും. എന്നാൽ ഒരു മുടിയെങ്കിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടാകട്ടെ, ഇനി ഉണ്ടോ ഇല്ല മുടി ഇനി അവിടെ, അതോ ഇരിക്കട്ടെ. എന്നാൽ അങ്ങനെ ഒരു മുടി കിട്ടിയതിനെ കൊണ്ടുപോയിട്ട് ഇത്രയും ലോകത്തില്ലാത്തൊരു വലിയ പള്ളി ഉണ്ടാക്കി സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ അൽഹംദുലില്ലാഹ് നമ്മുടെ അറിവില് ഷേഖ് സായിദ് മസ്ജിദിനെ സംബന്ധിച്ച് അതിന്റെ വലിപ്പവും അതിന്റെ ചെലവും അതിന്റെ മതിപ്പും ഇന്ന് പിന്നെ ടൂറിസം കേന്ദ്രമായിട്ട് മാറിയ സ്ഥിതിക്ക് ഇവിടെ ഒരു പള്ളി, ഇവിടെ ഇനി ഒരു മുടി ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ട സ്ഥലം അത് ഇങ്ങനെ ഖസറജിയുടെ ഒരു ചെറിയ പുരയിലല്ല, മറിച്ച് ഷേഖ് സായിദ് റഹ്മത്തുള്ളാഹി ഉണ്ടാക്കിയ ആ പള്ളിയാണ് അത് സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം എന്നെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുത്തതായിരുന്നോ ഈ വന്ന് വാങ്ങിപ്പോയ നേതാവിന്? അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു പ്രോത്സാഹനം ഈ ഖസറജിക്ക് കൊടുത്തതായിരുന്നോ? ഈ പിതാവ് ഖസറജി സാധാരണ ഒരു ഖത്തീബായിരുന്ന വ്യക്തിയെ ഷേഖ് സായിദ് റഹ്മത്തുള്ളാഹി എന്താക്കി? മന്ത്രിപദം കൊടുത്തു. അങ്ങനെ ഒരു മുടിയുടെ ആവശ്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ മന്ത്രിപദം കൊടുത്തതായ ഷേഖ് സായിദ് റഹ്മത്തുള്ളാഹിക്ക് അതിനെ കാഴ്ചവെക്കുമായിരുന്നു, അതും അതിനപ്പുറം കാഴ്ചവെക്കുമായിരുന്നു. അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഷേഖ് സായിദ് റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എന്നൊക്കെ പറഞ്ഞ മൂപ്പത് രാജ്യത്തും കൊടുത്തിട്ട് അത് വാങ്ങുമായിരുന്നു. അങ്ങനത്തെ ഒരു മൂത്ത സുന്നിയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ആരോടെ 280 ആളുകളുണ്ടല്ല, നമ്മളിലൊക്കെ കുറച്ച് ആളുകൾ പോയാൽ കുറഞ്ഞ ആളുകളെങ്കിലും അല്ലെങ്കിൽ നിഷ്പക്ഷമായ ആളുകളെങ്കിലും ഉണ്ടല്ലോ. ഒന്ന് ചിന്തിക്ക്. എന്നാൽ ഇനി ആ ഒരിക്കൽ നീങ്ങിക്കൂടെ? ഇന്നിപ്പോ കേരളത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു കേസ് ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ നീതിപീഠങ്ങളെയോ സമീപിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പൊല്ലാപ്പുണ്ടാക്കാം. അതിലൂടെ മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ പള്ളികൾക്കും എല്ലാം എന്തെല്ലാം കുഴപ്പങ്ങളും പ്രശ്നങ്ങളും വന്നുപോകും. നമ്മളിപ്പോ ഇതിന്റെ സിഹത്ത് തേടി അല്ലെങ്കിൽ ഇതിങ്ങനെ കുഴപ്പക്കാരമാക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പിരിവ് നടത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മള് രേഖാമൂലം വല്ല കോടതിയെ സമീപിച്ചാൽ പിന്നെ അങ്ങോട്ടുള്ള അവസ്ഥകൾ എന്തായിരിക്കും? ഇവരൊക്കെ അടയ്ക്കപ്പെടില്ലേ? ഈ മുടീനെ തന്നെ കൊണ്ടുപോയിട്ട് അങ്ങ് കോടതിയിൽ പിടിച്ചു വെക്കില്ലേ? പിന്നെ അതോടുകൂടി എന്തെല്ലാം പ്രശ്നങ്ങൾ തുടങ്ങും. മുസ്ലിമീങ്ങൾക്ക് ഇത് ചെയ്ത ഒരു മാന്യത ഇന്ത്യക്കകത്ത് നിലനിർത്താൻ പറ്റൂ? ഇവരെന്താ മോശത്തരം കാണിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഇനി ഇതിനെക്കുറിച്ച് ഒന്നുകൂടി വിശാലമായിട്ട് ഇത് വെറും കേരളത്തിലെ നമ്മുടെ കോഴിക്കോട് ഒതുങ്ങുന്ന വിഷയമാക്കി മാറ്റിയില്ല. ഇത് പുറപ്പെടുവിച്ചത് ഇവിടെ നിന്നായതുകൊണ്ട് അതുകൊണ്ട് ഇത് ആ നിലയ്ക്ക് തന്നെ അത് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഞാൻ മുന്നിൽ വയ്ക്കുന്നത്. ഇനിയും പലർക്കും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. ഇത് ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാനെന്നല്ല എന്നെ പോലത്തെ ആയിരക്കണക്കിന് സേവകര്, ദീനിന്റെ സേവകർ ഇൻഷാ അല്ലാഹ് മുന്നിലുണ്ടാകുമെന്ന് സംസ്ഥയുടെ നേതാക്കന്മാരെ ഒന്നുകൂടി നമ്മൾ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് വളരെ വിനയപൂർവ്വം പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ ഇങ്ങനെ ഇടപെട്ട് കൈകാര്യം ചെയ്തു? അതങ്ങനെ വിട്ടിയുടെ ആളുകൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ അങ്ങനെ പലരും നിഷ്പക്ഷവാദികളെന്ന് പറയുന്നവർ മുഴുവൻ അങ്ങനെ പറയുന്നവരാ. പക്ഷെ മനസ്സിലാക്കണം, നമ്മുടെ സമസ്തകാല ജമിയത്തുൽ ഉലമ സ്ഥാപീകരിച്ചത് മുതൽ ഇതുവരേക്കും പിന്നെ അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞത് കുറെ ആളുകൾക്ക് ഇങ്ങനെ വീടുണ്ടാക്കി കൊടുക്കലോ അല്ലെങ്കിൽ മുഅല്ലിങ്ങൾക്ക് ഇങ്ങനെ കാശ് കൊടുത്തിട്ട് ഇങ്ങനെ പ്രസംഗിപ്പിക്കലോ ഒന്നും അല്ല അവർ ചെയ്തിരുന്നത്. അവരിതുവരെ ചെയ്ത യഥാർത്ഥമായ അവരുടെ ലക്ഷ്യവും അതിന്റെ പ്രവർത്തനവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദീനിന്റെ പേരിൽ എന്തെങ്കിലും
ഫിത്നകളോ ഫസാദുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ആധികാരികമായിട്ട് ഇടപെടുകയും അതിന്റെ ഹക്കിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള മെയിൻ ദൗത്യമാണ് അന്നും ഇന്നും എല്ലാം ചെയ്യേണ്ടത് അവര്. അതല്ലാത്തൊരവസ്ഥയിൽ നിന്ന് അവർ മാറി നിന്നാൽ പിന്നെ ഇപ്പൊ നമുക്ക് എന്ത് നേതാക്കന്മാരായത്, നമുക്ക് എന്ത് സംസ്ഥയാണ്, ആ പ്രസ്ഥാനം കൊണ്ട് നമുക്ക് എന്ത് കാര്യമാണ്? അതുകൊണ്ട് ഒന്നുകൂടി ബഹുമാനപ്പെട്ടവരോടും മറ്റു മുൻനിരയിലെ നേതാക്കന്മാരോടും പറയുന്നത്, ഖിയാമത്ത് നാൾ വരെ ഇൻഷാ അല്ലാഹ് ഈ സംഘടന നിലനിൽക്കുകയും അതിന്റെ മുൻനിരയിലുള്ളവർ അത് അവരുടെ ജീവൻ പണയം വെച്ചും ഹക്കിനെ സ്ഥാപിച്ചുകൊണ്ട് ഇരിക്കണം എന്നുള്ള ആ ദൗത്യത്തിൽ നിന്ന് മാറിപ്പോകരുത്. അത് മാറിയിട്ടില്ല, ഇൻഷാ അല്ലാഹ് മാറുകയില്ല. അല്ലാഹു അതിന് അവർക്കും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ ഹക്കിലുറച്ചു നിൽക്കാൻ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും. ഇവിടെ വെച്ച നിർദ്ദേശം ശ്രോതാക്കൾ കേട്ടു. ഇങ്ങനെ മാന്യമായ നിരവധി സജഷനുകൾ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. സദയം AAP വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകന്മാർ അന്ധമായ സംഘടന പക്ഷപാതിത്വം മാറ്റിവെച്ച് ഇത് വളരെ ഗൗരവതരമായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിട്ട് തങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണെന്ന ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ സത്യസ്ഥിതി സ്ഥിരീകരിക്കാനുള്ള മാർഗങ്ങളും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഏതു വഴിയും സ്വീകരിക്കാം. നമുക്ക് ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ച തുറന്ന സമീപനമാണ്. ഏതു വഴിയോടും നമ്മൾ സഹകരിക്കും. പക്ഷെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോവുക, ഞാൻ അബുദാബിയിൽ കാത്തിരിക്കാണ് 4 ദിവസമായിട്ട് പ്രചരിപ്പിക്കുക, മധ്യസ്ഥന്മാരുമായി യാതൊരു നിലക്കും ബന്ധപ്പെടാതെ നേരെ എന്തുകൊണ്ട് വെല്ലുവിളിച്ച ആൾ എത്തിയില്ല എന്ന് അവിടെ ഇരുന്ന് ചോദിക്കുന്നതിന് പകരം എത്രയും മണിക്കൂറുകളായിട്ട് അദ്ദേഹം അറ്റൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. കാരണം അദ്ദേഹത്തിന് മനസ്സാക്ഷി അദ്ദേഹം എന്ത് പറയും? അദ്ദേഹം പാണക്കാട് മുനവ്വർ ശിഹാബ് തങ്ങളെ ബന്ധപ്പെട്ടില്ല, അദ്ദേഹം PK കുഞ്ഞുണ്ണി സാഹിബിനെ ബന്ധപ്പെട്ടില്ല, അവരാണ് മധ്യസ്ഥൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞല്ലോ പ്രസംഗത്തിൽ. ഇതൊന്നും പറയാതെ എന്നോട് പോലും ബന്ധപ്പെടാതെ അദ്ദേഹം നേരെ ഏകപക്ഷീയമായി അവിടെ കയറി ചെന്നിട്ട് ഈ പാവപ്പെട്ട പ്രവർത്തകന്മാർക്കുള്ള പ്രചരിപ്പിക്കുക, ആയിരക്കണക്കിന് മുടികളുണ്ടോ നോക്കാനാണെന്നുള്ള ഭാഗം വെട്ടിമാറ്റി മുടിയുടെ ആധികാരിക സ്ഥിരീകരിക്കാൻ വേണ്ടി അബുദാബിയിലേക്ക് വരാമെന്ന് വെല്ലുവിളിച്ച പൈസ അവിടെ അബുദാബിയിൽ കാത്തിരിക്കുകയാണ് പേരോട് എന്നാലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം രീതികളൊക്കെ മിനിമം തങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നിന്നെങ്കിലും മാറ്റിവെച്ച് ഇതിന്റെ ഒരു സ്ഥിരീകരണം നമ്മൾ ഉറപ്പുവരുത്തുക. ഇതിൽ അഭിമാന പ്രശ്നമായി കാണേണ്ടതില്ല. കാരണം വന്ന് സംഭവിച്ചു, തങ്ങൾ മുടിയല്ലാതെ ഇപ്പൊ അങ്ങ് ബോധ്യപ്പെട്ടു, മാന്യമായി ഞങ്ങളിന്ന് പിൻവാങ്ങുന്നു, കിട്ടിയ മുടി ഞങ്ങൾ ഹസറജിക്ക് തിരിച്ചു കൊടുക്കണം, സംഗതി സ്ഥിരപ്പെട്ടു, അതുകൊണ്ട് തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അന്തസ്സായി വന്നാല് മാന്യമായ അംഗീകാരം കാന്തപുരത്തും നിങ്ങളുടെ പ്രവർത്തകന്മാർക്ക് കിട്ടും. മാത്രമല്ല ഇപ്പൊ നിങ്ങൾ സത്യത്തിൽ സമൂഹത്തിൽ അവമതിക്കപ്പെട്ട് കിടക്കുകയാണ്. ഏതൊരു മലയാളി സുഹൃത്ത് സുന്നി മുജാഹിദ് ജമാഅത്തല്ല ആരെ നാവും തുമ്പിലും നിങ്ങൾ ഈ സനത് ഇതില്ല എന്ന് സ്ഥിരീകരിച്ച രീതി ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാണ്. ഇത് ചൂഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള വ്യാപകമായ പ്രചരണം നടന്നുകൊണ്ടിരിക്കുക. ഇന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് അംഗീകാരം കിട്ടും തെറ്റ് തിരുത്താൻ സന്നദ്ധരായാൽ. ഇത് ദുനിയാവിൽ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് നബി തങ്ങളെ ഇസ്സത്തോടു കൂടി കാണും ചെയ്യുക. ഇല്ലെങ്കിൽ ആഖിറത്തിൽ മാത്രമല്ല ജീവിച്ചിരിക്കാൻ നിങ്ങൾ മദീനയിലേക്ക് ഇങ്ങനെ തങ്ങളെ മുന്നിലേക്ക് പോവുക, നിങ്ങൾക്ക് ലജ്ജല്ലേ? കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഹയ്യുൻ ഖബറിൽ ജീവിച്ചിരിക്കാതെ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നിങ്ങളും ഞങ്ങളും. എങ്ങനെ തങ്ങളെ മുമ്പിൽ ഇത്രമാത്രം തങ്ങളെ പേരിൽ വ്യാജമായ ഒരു കാര്യം ആരോപിച്ച് ഇത്ര വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ കൂട്ടുന്ന നിങ്ങൾക്ക് മദീനത്തേക്ക് എങ്ങനെ ചെല്ലാൻ സാധിക്കും? അപ്പൊ ഗൗരവതരമായി വിഷയം മുഖവിലക്കെടുത്തുകൊണ്ട് ഉസ്താദ് വെച്ച സജഷൻ അംഗീകരിച്ചുകൊണ്ടോ മറ്റേതെങ്കിലും നിലയിൽ ഇതിൽ ഫൈനൽ തീർപ്പ് കൽപ്പിച്ച് നിങ്ങൾ പിൻവാങ്ങാൻ തയ്യാറാകണമെന്ന് വിനയപൂർവ്വം ഉണർത്തുകയാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.